സാഹചര്യമുണ്ടായിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥിയുടെ അപര കഴക്കൂട്ടത്ത് കൂടുതൽ വോട്ടുകൾ പിടിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. അതിന്റെ വിശദാംശങ്ങൾ BV അരുൺ നൽകേണ്ടതുണ്ട്. അരുൺ, എന്താണ് ഉണ്ടായത്? എന്ത് ചിഹ്നമായിരുന്നു അത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടാവുക? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോഴുള്ള വിവരമനുസരിച്ച് കവിത R 410 വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അപര സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് 410 വോട്ട് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനം CPM സ്ഥാനാർത്ഥി നേരത്തെ മേയറായിരുന്ന പ്രശാന്തിന്റെ വാർഡായിരുന്നു. അവിടെ കവിത എല്ല CPM സ്ഥാനാർത്ഥിക്ക് ഇതുവരെ ലഭിച്ചത് 10 വോട്ട് മാത്രമാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. കവിത അപര സ്ഥാനാർത്ഥിയായ കവിത R-ന് 410 വോട്ട് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത് 306, BJP-യുടെ അനുജിക്ക് 130 വോട്ടുണ്ട്, CPM കവിതയ്ക്ക് 10 വോട്ട് മാത്രമാണ് അവിടെ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടത് പക്ഷേ തീർത്തും അപ്രതീക്ഷിതം. CPM ശക്തി കേന്ദ്രമാണ് കഴക്കൂട്ടം വാർഡ്. പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണ്. പിന്നീട് പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA ആയ ശേഷം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതിനുശേഷം വരുമ്പോഴാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥിക്ക് ഇതുവരെയുള്ള 10 വോട്ട് മാത്രം. എന്താണ് അവിടെ സാങ്കേതികമായ തകരാറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും അവിടെ മാറുന്നു. 410 വോട്ട് കവിത R-ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാകുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ കണക്കുകളിലേക്ക് ഒന്നുകൂടി പോകാം. 19 ഇടതുമുന്നണി ലീഡ് ചെയ്യുന്നു, 11 NDA ലീഡ് ചെയ്യുന്നു, 2 UDF ലീഡ് ചെയ്യുന്നു, 2 സ്വതന്ത്രന്മാരുമുണ്ട്. സ്വതന്ത്രന്മാരിൽ ഒന്ന് BJP-യുടെ ഫോർട്ട് വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജാനകി അമ്മാളാണ്. സനീഷ്, ശരി, ഞാൻ തിരിച്ചു വരാം. തിരുവനന്തപുരത്തെ വിവരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയത്, BV അരുൺ നൽകിയത്. നമുക്ക് പ്രധാനപ്പെട്ട പൊതുവിവരങ്ങളിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. അവിടെ UDF-ന്റെയും LDF-ന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഗ്രാമപഞ്ചായത്തുകളിൽ തുടരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുന്നിലുണ്ട്. 187 ഗ്രാമപഞ്ചായത്തുകളിൽ UDF മുന്നിട്ട് നിൽക്കുമ്പോൾ LDF 179 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് തൊട്ട് പിന്നാലെയുണ്ട്. 187, 79, 179, 179, 187 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ നില. LDF-ഉം UDF-ഉം തമ്മിലുള്ളത് നേരിയ വ്യത്യാസമാണത്. നമ്പർ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ 187, 179 നേരിയ വ്യത്യാസമാണ്. നമുക്കിപ്പോൾ 9:13 സമയം. 1 മണിക്കൂറും 13 മിനിറ്റും മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും പക്ഷേ ഗ്രാമപഞ്ചായത്തുകളിൽ UDF-നൊരു നേരിയ മുൻതൂക്കമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാവുന്നതേ ഉള്ളൂ. 199 ഗ്രാമപഞ്ചായത്തുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. 949 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഓർക്കണം, അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ വിവരങ്ങൾ പുറത്തേക്ക് തുടങ്ങിയിട്ടുള്ളൂ. 199 ഇടങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. 185 പഞ്ചായത്തുകളിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്. പഞ്ചായത്തുകളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷം, നല്ല മുൻതൂക്കം LDF-ന് ഉണ്ടായിരുന്നു 2015 എന്ന കാര്യം മറക്കരുത്. നല്ല വ്യത്യാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 185 എന്ന നിലയിൽ കുറച്ച് പിന്നിലാണ് LDF എന്നത് ഈ ഘട്ടത്തിൽ LDF കേന്ദ്രങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഗതി തന്നെയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടം എന്ന് പറയുക ഈ ഘട്ടത്തിലും സാധ്യമാണ്. 199 UDF, LDF 185. NDA 17 സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ 29 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നില ഇങ്ങനെയാണ്: 60-40 എന്ന് വെച്ചാൽ 60 LDF ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 60 എണ്ണത്തിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്. 40 UDF മുന്നിട്ട് നിൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോഴുണ്ട്. മുക്കത്ത് LDF-ന്റെ മുന്നേറ്റം. മുക്കം പ്രധാനമാകുന്നത് മുസ്ലിം ലീഗിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒരു കേന്ദ്രം എന്ന നിലക്കാണ്. അവിടെ ലീഗ്, വെൽഫെയർ പാർട്ടി, കോൺഗ്രസ് തുടങ്ങിയ UDF കക്ഷികൾ തമ്മിലുള്ള സഖ്യം അവർക്ക് നല്ല അനുകൂല സ്ഥിതി ഉണ്ടാക്കും എന്ന സാഹചര്യമായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. ആ ആശങ്കയായിരുന്നു LDF-നുണ്ടായിരുന്നത്, ആ പ്രതീക്ഷയായിരുന്നു UDF-നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ